ഓക്കെ, ഫൈനലി സംഭവം അധ്യായം 1 എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സിനിമയായിരുന്നു. കാരണം ഇതിൻ്റെ ഷോർട്ട് ഫിലിം കണ്ടപ്പം തൊട്ടേ ഇതിന് വേണ്ടിയിട്ട്, കാരണം ഇതൊരു സിനിമയാക്കി മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തൊട്ടേ ഒരുപാട് വെയിറ്റിംഗ് ആയിരുന്നു. കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഈ ഒരു ടൈപ്പിലുള്ള കഥകളും അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള കഥകളൊക്കെ ഇല്ല, അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നതെന്ന് പറയുന്നത് ഈ നടന്മാർക്ക് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടല്ല. അപ്പം മുമ്പ് തൊട്ടേ കിട്ടിയൊരു ശീലമായിരുന്നു കഥകൾ കേൾക്കാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഒരുപാട് ഇഷ്ടം വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ പൊതുവേ ഷോർട്ട് ഫിലിംസ് കാണാറില്ല. പക്ഷേ എനിക്ക് അങ്ങനെ യാദർച്ഛികമായിട്ട് കണ്ടതാണെങ്കിൽ പോലും ആ ഷോർട്ട് ഫിലിം അങ്ങ് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെയാണ് അന്ന് തൊട്ടേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റിംഗ് ആയിരുന്നു. അതായത് സിനിമ എപ്പോൾ ഇറങ്ങും അങ്ങനത്തെ അത്രയും വെയിറ്റിംഗ് ആയിരുന്നു സിനിമ. പക്ഷേ എൻ്റെ നിർഭാഗ്യവശാൽ ഈ സിനിമ എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. പക്ഷേ അവസാനം സിനിമ കണ്ടു. പക്ഷെ എന്നാലും ഒരുപാട് എൻജോയ് ചെയ്ത് തന്നെ സിനിമ കണ്ടത്. എനിക്ക് സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. സിനിമയുടെ കഥയും അവരെ അമ്പലത്തിനെ പറ്റി പറയുന്നതും കാടും ആ ലൂപ്പിൻ്റെ അത് പെട്ടുപോയ ആൾക്കാരും ആ റിപ്പീറ്റ് ചെയ്തെന്തിരാ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ പെട്ടുപോയ ആൾക്കാർ, വേറെ കാലഘട്ടത്തിൽ ആ കാട്ടിൻ്റെ അകത്ത് പെട്ടുപോയ ആൾക്കാർ, ആ ക്ലൈമാക്സിലൊരു പുള്ളിക്കാരൻ വന്നിരിക്കും. അപ്പം സിനിമ കാണാത്തവർ കാണുക, ഞാൻ കൂടുതൽ സ്പോയിലർ അങ്ങോട്ട് പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു കഥ ഇവരുടെ ഇരിക്കും. അതായത് ആ കഥേനെ അവർക്ക് വേണമെങ്കിൽ ഈവൻ ഇതിനെക്കാട്ടിയും ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ ഇതിനെക്കാട്ടിയും ചവറും ആക്കാമായിരുന്നു. ഇതിൻ്റെ റൈറ്റിംഗ് ചെയ്തത് ആരാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാൽ പോലും ഈ റൈറ്റിംഗ് അത്രയും അവരെ കൊണ്ട് മാക്സിമം എത്ര ബെറ്റർ ആക്കാൻ പറ്റുമോ അത്രയും ബെറ്ററായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ 2 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ആഡ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ 2 മണിക്കൂറത്തേക്ക് ഇവർ ഈ അനാവശ്യമായിട്ട് ചുമ്മാ ലാഗാക്കി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ള കാര്യമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പ്രതീക്ഷയൊന്നും ഇല്ലാതെ ആ സിനിമ കണ്ടത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം കാസ്റ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറയുന്ന രീതിയൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. അതായത് എക്സാമ്പിൾ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഇതിൻ്റെ അകത്തൊരു പുള്ളിക്കാരൻ വരും, നമ്മുടെ ബ്രഹ്മയുഗത്തിൻ്റെ അകത്തുള്ളൊരു പുള്ളിക്കാരൻ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം പുള്ളീനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിട്ട് പുള്ളിക്ക് ഈ സ്ക്രീൻ പ്ലേ വളരെ കുറവാണ്. പുള്ളിക്ക് കുറച്ച് നേരമേ പുള്ളി ഇതിൻ്റെ അകത്തുള്ളൂ. പക്ഷേ ആദ്യമേ കുറച്ച് നേരം പുള്ളിയെ കാണിക്കും, പിന്നെ കുറച്ച് നേരം പുള്ളി വന്ന് നിന്നിട്ട് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയും. അതായത് ഈ കാടിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളി ഒന്നിങ്ങനെ വിവരിക്കും. അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. അതായത് നമ്മൾ ഈ ഒരു കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എത്ര വ്യക്തതയോടെ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഒരുപാടിട്ട് കുഴപ്പിക്കാതെ പറഞ്ഞു കൊടുക്കത്തില്ല. അതൊക്കെ പക്കയായിട്ടാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു സിനിമയിൽ, അതായത് സംഭവം അധ്യായം 1 എന്ന് പറയുന്ന സിനിമ, എനിക്കത് കണ്ടതിൽ എനിക്ക് ആകെ തോന്നിയ ഒരു പോരായ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ മേക്കിങ്. ഇപ്പം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ കുഞ്ഞു പടങ്ങൾ ഒരുപാട് വരുന്നൊരു ഇൻഡസ്ട്രി. അതായത് ഒരുപാട് ബഡ്ജറ്റൊന്നും വാരി എറിയാതെ നമ്മളെക്കൊണ്ട്, അതായത് ചെറിയ കഥയാണെങ്കിൽ പോലും അതിനെ പ്രേക്ഷകരുടെ മുമ്പിൽ വളരെ നന്നായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് മലയാളം ഇൻഡസ്ട്രി. നമ്മൾ ഇതിൽ നിന്ന് തന്നെ ഒരുപാട് സിനിമകൾ കണ്ടു. അതായത് ഇന്ന തീമിലുള്ളൊരു സിനിമ ചെയ്യണമെങ്കിൽ പൊതുവേ എല്ലാവരുടെയും ഇതിൽ ഇത്ര കോടി ഇത്ര ബഡ്ജറ്റ് വേണം എന്നൊരു രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതുപോലത്തെ സിനിമകൾ ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത് നമ്മൾ ഒരുപാട് അടിപൊളിയാക്കി കാണിച്ചു കൊടുക്കുന്നതാണ് കൂടുതലും നമ്മുടെ ഇൻഡസ്ട്രി എന്നുള്ള സിനിമകൾ പൊതുവേ അങ്ങനെയാണ്. എക്സാമ്പിൾ ലോക ആയിക്കോട്ടെ, എന്ന് വെച്ചാൽ അങ്ങനെ ആ ഒരു രീതിയിൽ മാത്രമേ സിനിമ ചെയ്യുന്നുള്ളൂ എന്നല്ല, നമ്മുടെ കയ്യിലും വലിയ ബഡ്ജറ്റുള്ള സിനിമകൾ വരാറുണ്ട്. ഇപ്പം എക്സാമ്പിൾ ഈ കൃഷ്ണകാന്തം ഇല്ലേ, ആ സിനിമ കണ്ടില്ലേ, ഒരുപാട് ബഡ്ജറ്റിലൊന്നും വന്ന സിനിമയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും പടത്തിൻ്റെ ഒരു ഹൈ ക്വാളിറ്റി മേക്കിംഗ് ഉണ്ടല്ലോ പടത്തിൻ്റെ, ആ ഒരു സംഭവം ഇതിലെനിക്ക് മിസ്സായതുപോലെ തോന്നി. അതായത് സിനിമയുടെ സ്റ്റോറിയൊക്കെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സ്റ്റോറി അവരുടെ കയ്യിൽ ഇരുന്നിട്ട് അവർ പടത്തിൻ്റെ മേക്കിങ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഇട്ടിട്ടാണെങ്കിൽ പോലും പടത്തിൻ്റെ മേക്കിങ് കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു. എനിക്ക് പല സമയത്ത് തോന്നി. പല സിറ്റുവേഷൻസിലും എനിക്കത് ഫീൽ ചെയ്തു. അതായത് കുറച്ചുകൂടെ മേക്കിങ്ങിലൊക്കെ, അതായത് മേക്കിങ്ങിലാണ് പടത്തിൽ എനിക്ക് അവിടെയൊക്കെ എന്തൊക്കെയോ ഒരു പോരായ്മ തോന്നിയത്. പല സമയത്തും ഒരു ഷോർട്ട് ഫിലിം കാണുന്ന ഫീൽ എനിക്ക് പല സമയത്തും തോന്നി. അതായത് ഒരു പ്രോപ്പർ സിനിമ കാണുകയല്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ആ മേക്കിങ്ങിലാണ് ആ ഒരു പ്രശ്നം മനസ്സിലാകുക. അല്ലാതെ സിനിമയുടെ കഥയിലോ സിനിമയുടെ ക്യാരക്ടേഴ്സിലോ ഡയലോഗ്സിലോ ഒന്നും അത് ഫീൽ ചെയ്തില്ല. സിനിമയുടെ ആകെ തോന്നിയത് ആ മേക്കിങ്ങിലാണ് ചെറിയൊരു പോരായ്മ തോന്നിയത്. ബാക്കിയൊക്കെ അടിപൊളിയായി. പക്ഷെ തിയേറ്ററിൽ നിന്ന് കാണുന്നവർക്ക് ഇതിലും മികച്ച അനുഭവം കിട്ടിക്കാണും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം
കഥ പറഞ്ഞു പോകുന്ന രീതിയൊക്കെ എങ്ങനെ. പ്രത്യേകിച്ച് ആ ഒരു അമ്പലം എന്ന് പറയാം, സ്പോയിലർ ആക്കുന്നില്ല, അമ്പലം എന്ന് പറയാം. ആ അമ്പലം കാണിക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടിരുന്നെങ്കിൽ. എൻ്റെ പിന്നെ പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയില്ല. ഭാവിയിൽ ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കും. ഇപ്പം അവസാനമായിട്ട് പോയി കണ്ട സിനിമ തന്നെ വാഴയും കണ്ട. അപ്പം ഇനിയിപ്പം അടുത്ത പൈസ സെറ്റ് ആകുമ്പം അത് തിയേറ്ററിൽ പോയി കാണണം. അപ്പം സിനിമ ഓക്കെയാണ്. എന്തായാലും മാക്സിമം എല്ലാവരും സിനിമ കാണാത്തവരുണ്ടെങ്കിൽ സിനിമ കാണും. സിനിമ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ. അങ്ങനെ കുറ്റമായിട്ട് പറയാനൊന്നുമില്ല. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഡയറക്റ്റ് സിനിമ കാണാം. അല്ലാതെ ഈ ട്രെയിലറും യൂട്യൂബിൽ പോയി എൻ്റെ ഷോർട്ട് ഫിലിം ഒന്നും എടുത്ത് ചുമ്മാ പോലും നോക്കാനൊന്നും പോകണ്ട. ഒന്നും അറിയാതെ സിനിമ കാണും, ഉറപ്പായിട്ട് വണ്ടറടിക്കും. വണ്ടറടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സിനിമയ്ക്കകത്തുണ്ട്. അത്രയും അടിപൊളിയായിട്ടാണ് സിനിമ എടുത്ത് വെച്ചേക്കുന്നത്. അതായത് സിനിമ അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. മാക്സിമം എല്ലാവരും കണ്ട് എൻജോയ് ചെയ്തു. ബൈ ബൈ.